ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞ മറ്റൊരു അനുഭവം, പാലക്കാടുള്ള ഹൈദർ ഹാജി എന്ന് പറയുന്ന ഒരു സഹോദരൻ നിരന്തരം ഉസ്താദുമായി വലിയ ബന്ധം പുലർത്തുന്ന ആളാണ്. അങ്ങനെ എന്ത് പ്രതിസന്ധി വീട്ടിലുണ്ടെങ്കിലും ചെമ്പലങ്ങാട് ഉസ്താദിനെയും കൂടുള്ള ആളുകളെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് വീട്ടിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട ചെമ്പലങ്ങാട് ഉസ്താദിന്റെ നേതൃത്വത്തിൽ ദുആ ചെയ്യും. ആ ദുആന്റെ മജ്‌ലിസോടുകൂടെ തന്നെ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന രീതിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഒരു ദിവസം ഇവിടെ സ്ഥാപനത്തിലേക്ക് വന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു, എനിക്ക് നെഞ്ചിന്റെ അടുത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട്, അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോ ഓപ്പറേഷന് വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ന്. അങ്ങനെ അപ്പയും ചെമ്പലങ്ങാട് ഉസ്താദ് നെഞ്ചത്ത് ഇങ്ങനെ 2-3 തവണ തട്ടിയിട്ട് പറഞ്ഞത്രേ, എനിക്ക് ഇനി ഓപ്പറേഷൻ ഒന്നും ചെയ്യേണ്ട കുട്ടിയെ, ഓപ്പറേഷൻ ഒന്നും ആവശ്യമില്ല കുട്ടിയെന്ന് 2-3 വട്ടം അങ്ങനെ പറഞ്ഞു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ചെമ്പലങ്ങാട് ഉസ്താദ് അത് പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഓപ്പറേഷന് മുമ്പുള്ള ടെസ്റ്റ് നടത്തി നോക്കുമ്പോ ഡോക്ടർ പിന്നെ പറഞ്ഞത്രേ, അസുഖം കുറഞ്ഞിട്ടുണ്ട്, ഇനി ഓപ്പറേഷൻ ഒന്നും ചെയ്യണ്ട, തൽക്കാലം ഗുളിക മരുന്നൊക്കെ കുടിച്ച് തന്നെ മാറിക്കോളും. ഇന്ന് വരെയും പിന്നീട് ഓപ്പറേഷൻ നടത്തേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നാണ്. ആലോചിച്ചോക്കി, ബഹുമാനപ്പെട്ട ഉസ്താദ് നേരിട്ട് ഉസ്താദിനോട് പറഞ്ഞു, ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്, ഞങ്ങനെ നേരിട്ട് കണ്ട 1-2 കാര്യം ഓർമ്മ വന്ന് നിങ്ങളോട് പറയാണെന്ന് പറഞ്ഞിട്ട് 2-3 കാര്യങ്ങൾ എന്നോട് പറഞ്ഞത്. പിന്നെ പറഞ്ഞു, ഉസ്താദ് ഇപ്പൊ എന്തേലും ക്ഷണിക്കാൻ വേണ്ടി ആരെയും പരിപാടിക്ക് വന്നാൽ പറയും, നിങ്ങൾ അബൂബക്കർ മുസ്ലിയാരെ കൊണ്ടേക്കോളി, ഞാൻ വരണില്ല, ഞാൻ അവിടെ ഉണ്ടാവും എന്നാണ് പറയും. അത്രേ പറയുള്ളൂ. ഞാൻ ഇപ്പൊ പോരുന്നില്ല, നിങ്ങൾ അബൂബക്കർ മുസ്ലിയാരെ കൊണ്ടേക്കോളി, ഞാൻ അവിടെ ഉണ്ടാവും എന്ന് പറയും. എന്ന് വെച്ചാൽ ഉസ്താദിന്റെ ഒരു ആത്മീയമായ ഒരു പരോക്ഷമായ സാന്നിധ്യം അവിടെ ഉണ്ടാകുമെന്നാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസം ഇതുപോലെ ഒരു സഹോദരി വന്നിട്ട് ഇങ്ങനെ ആശുപത്രിയിൽ ഓപ്പറേഷന് പോണ വിഷയം പറഞ്ഞപ്പോഴും ഉസ്താദ് ആ സഹോദരിയോട് പറഞ്ഞത്രേ, ഞാൻ അവിടെ ഉണ്ടാവും, നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞു. പിന്നെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ആ സഹോദരി വന്നിട്ട് അവിടെ നിന്ന് പറയാണത്രേ, ഞാൻ തിയേറ്ററിൽ, ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി അത് മുതൽ ഒരു പച്ച ഷാള് വിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ചെമ്പലങ്ങാട് ഉസ്താദ് ആ റൂമിൽ വന്നിരുന്നു. ഓപ്പറേഷൻ മുഴുവനും കഴിഞ്ഞ് ശേഷമാണ് ഉസ്താദ് അവിടെ നിന്ന് പോയത്. പിന്നെ ഉസ്താദിനെ കാണാനില്ല. സത്യത്തിൽ ഉസ്താദ് നേരിട്ട് അവിടെ പോയിട്ടൊന്നുമില്ല. ഈ ഒരു സ്ത്രീക്ക് അത് അനുഭവപ്പെടാൻ ഉസ്താദിനോട് ഒന്ന് പറഞ്ഞപ്പോ അങ്ങനൊക്കെ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞത്ര. എന്ന് വെച്ചാൽ ഉസ്താദ് ഞാൻ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എന്റെ ഒരു നോട്ടം, ഒരു ആത്മീയമായ നോട്ടം അവിടെ ഉണ്ടാകുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ മഹാന്മാരുമായി ബന്ധമുള്ളത് കൊണ്ട് തന്നെ അത്തരൊരവസ്ഥയിലേക്ക് എത്താൻ ബഹുമാനപ്പെട്ട ചെമ്പലങ്ങാട് ഉസ്താദിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഒരുങ്ങി തയ്യാറായി മരണപ്പെടാൻ ഉസ്താദിന് സാധ്യമായി. ബഹുമാനപ്പെട്ട